നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കണമെന്ന പേരിൽ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറുന്നുവെന്ന പ്രഖ്യാപനം. ഐക്യരാഷ്ട്ര കാലാവസ്ഥാ ഉടമ്പടി മുതൽ ഇന്റർനാഷണൽ സോളാർ അലയൻസ് വരെ ഉൾപ്പെടുന്ന ഈ പിന്മാറ്റം വസ്തുതയിൽ ദേശീയ താൽപര്യ സംരക്ഷണമല്ല, മറിച്ച് ആഗോള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള രാഷ്ട്രീയ കപടതയാണ് എന്ന് വ്യക്തമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവിൽ ഒപ്പുവെച്ചതായി വൈറ്റ് ഹൌസ് തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആഗോള കാലാവസ്ഥാ ഉടമ്പടികൾ ഉൾപ്പെടെയുള്ള പ്രധാന വിദേശകാര്യ ബന്ധങ്ങളിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട 31 സ്ഥാപനങ്ങളിൽ നിന്നും ബന്ധമില്ലാത്ത 35 സംഘടനകളിൽ നിന്നുമാണ് അമേരിക്ക പിന്മാറുന്നത്. ഐക്യരാഷ്ട്ര സഭയുടെ പ്രധാന കാലാവസ്ഥാ ഉടമ്പടികളിൽ നിന്നും പിന്മാറും. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്റർ ഗവൺമെന്റൽ പാനലിൽ നിന്നുള്ള പിന്മാറ്റവും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നയിക്കുന്ന ക്ലീൻ എനർജി സംരംഭമായ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ നിന്നും അമേരിക്ക പിന്മാറും. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ യൂണിയൻ പോലുള്ള പ്രമുഖ പാരിസ്ഥിതിക സംഘടനകളും ഈ പട്ടികയിലുണ്ട്. അമേരിക്കൻ ദേശീയ താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പല അന്താരാഷ്ട്ര കൂട്ടായ്മകളും അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും US മുൻഗണനകളുമായി പൊരുത്തപ്പെടാത്ത ആഗോള അജണ്ടകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ നികുതിദായകരുടെ പണം അനാവശ്യമായും ഫലപ്രദമല്ലാത്ത രീതിയിലും ചെലവഴിക്കുന്ന ഇത്തരം സംഘടനകൾക്ക് ഇനി ഫണ്ട് നൽകേണ്ടതില്ല എന്നാണ് തീരുമാനം. അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിൻവലിക്കുന്ന ഫണ്ട് അമേരിക്കയുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാനാണ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം, ദേശീയ സുരക്ഷ, സാമ്പത്തിക ശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി ഈ വിഭവങ്ങൾ മാറ്റിവെക്കും. കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്ന കാര്യത്തിൽ ലോകത്ത് യാതൊരു സംശയവുമില്ല. പ്രളയങ്ങളും വരൾച്ചകളും കാട്ടുതീയും ചൂടുകാറ്റും മനുഷ്യ ജീവിതത്തെ തകർക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കാർബൺ ഉൽപാദകരിൽ ഒന്നായ അമേരിക്ക കാലാവസ്ഥാ ഉടമ്പടികളിൽ നിന്ന് പിന്മാറുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ലോകം കത്തട്ടെ, പക്ഷേ അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ ലാഭം കുറയരുതെന്ന അതിക്രൂരമായ സന്ദേശം തന്നെയാണ് ട്രംപ് ലോകത്തിന് നൽകുന്നത്. അന്താരാഷ്ട്ര സംഘടനകൾ ചാരിറ്റി സ്ഥാപനങ്ങളല്ല, അവ മനുഷ്യരാശിയുടെ കൂട്ടായ്മകളാണ്. മഹാമാരികൾ, കാലാവസ്ഥാ ദുരന്തങ്ങൾ, ഊർജ പ്രതിസന്ധി, ദാരിദ്ര്യം ഇതെല്ലാം ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല. എന്നാൽ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി ട്രംപ് അമേരിക്ക എലോൺ എന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിടുകയാണ്. ഈ സ്വാർത്ഥ ദേശീയത യഥാർത്ഥത്തിൽ അമേരിക്കയെ ശക്തമാക്കുകയല്ല, മറിച്ച് ഒറ്റപ്പെടുത്തുകയാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ നിന്ന് പിന്മാറുന്നതിലൂടെ ശുദ്ധ ഊർജ്ജത്തിലേക്കുള്ള ആഗോള മുന്നേറ്റത്തിന് ട്രംപ് കത്തിവെക്കുകയാണ്. ഫോസിൽ ഇന്ധന വ്യവസായത്തിന്റെ ലോബികളെ സംരക്ഷിക്കാൻ ഭാവി തലമുറകളുടെ ജീവിക്കാനുള്ള അവകാശമാണ് ട്രംപ് ബലിയാടാക്കുന്നത്. ശുദ്ധ ഊർജം എന്നത് പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല, തൊഴിലവസരങ്ങളും സാങ്കേതിക മുന്നേറ്റവും സാമ്പത്തിക സ്ഥിരതയും നൽകുന്ന മേഖല കൂടിയാണ്. അതിൽ നിന്ന് പിന്മാറുന്നത് ഭാവിയെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. 66 സംഘടനകളിൽ നിന്നുള്ള പിന്മാറ്റം ഒരു നയപരമായ തിരുത്തലല്ല, അതൊരാശയപരമായ ആക്രമണമാണ് എന്ന് പറയേണ്ടി വരും. ഐക്യരാഷ്ട്രസഭയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പ്രാധാന്യം തകർക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. കാരണം അന്താരാഷ്ട്ര വേദികൾ ചോദ്യം ചെയ്യുന്നു, ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്നു, മനുഷ്യാവകാശങ്ങൾ സംസാരിക്കുന്നു. അതെല്ലാം ട്രംപിന്റെ അധികാര രാഷ്ട്രീയത്തിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. ട്രംപിനെ ചോദ്യം ചെയ്യാൻ ആര് മുതിർന്നാലും അടിച്ചമർത്തുക എന്നത് തന്നെയാണ് ട്രംപിന്റെ സ്ഥിരമായ നയം. ട്രംപിന്റെ നീക്കത്തിന്റെ യഥാർത്ഥ ഇരകളാരാണ്? അമേരിക്കൻ ജനങ്ങൾ മാത്രമല്ല, ആഫ്രിക്കയിലെ ദരിദ്രരായ കുട്ടികളും ഏഷ്യയിലെ തീരദേശവാസികളും ലാറ്റിൻ അമേരിക്കയിലെ കർഷകരും കൂടിയാണ്. കാലാവസ്ഥാ ധനസഹായം മുടങ്ങുമ്പോൾ, ആരോഗ്യ പദ്ധതികൾ തകരുമ്പോൾ, വിദ്യാഭ്യാസ സഹകരണങ്ങൾ അവസാനിക്കുമ്പോൾ അതിന്റെ വില കൊടുക്കുന്നത് ലോകത്തിലെ ദുർബല വിഭാഗമാണ്. ദേശീയ താല്പര്യം എന്ന വാക്ക് ട്രംപ് ആവർത്തിച്ച് ഉപയോഗിക്കുമ്പോൾ അത് ജനങ്ങളുടെ താല്പര്യമല്ല, മറിച്ച് കോർപ്പറേറ്റ് ലോബികളുടെയും ആയുധ വ്യവസായത്തിന്റെയും ഫോസിൽ ഇന്ധന കമ്പനികളുടെയും താല്പര്യമാണ്. സാധാരണ അമേരിക്കൻ പൗരന് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണമോ സുരക്ഷിതമായ പരിസ്ഥിതിയോ ഇതിലൂടെ ലഭിക്കുന്നില്ല. ലോകം ഇന്ന് സഹകരണത്തിന്റെ കാലഘട്ടത്തിലാണ്. അതിർത്തികൾക്കപ്പുറം പ്രശ്നങ്ങളും ഉത്തരവാദിത്വങ്ങളും വ്യാപിക്കുന്ന കാലം. അത്തരമൊരു ലോകത്ത് പിന്മാറ്റവും ഒറ്റപ്പെടലും ശക്തിയുടെ ലക്ഷണമല്ല, ഭീതിയുടെയും പരാജയത്തിന്റെയും അടയാളമാണ്. ട്രംപ് തിരഞ്ഞെടുത്തത് ആ ഭീതിയുടെ വഴിയാണ്. ചരിത്രം ഇത്തരക്കാരെ കർശനമായി വിലയിരുത്തും. ലോകം ഒന്നിച്ചു മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പിന്നോട്ട് വലിച്ചിഴച്ച നേതാവെന്ന നിലയിലാണ് ട്രംപ് ഓർമ്മിക്കപ്പെടുക. അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറിയതിലൂടെ അദ്ദേഹം അമേരിക്കയെ രക്ഷിച്ചില്ല, മറിച്ച് മനുഷ്യരാശിയുടെ കൂട്ടായ ഭാവിയോട് അമേരിക്കയെ വേർപെടുത്തുകയാണ് ചെയ്തത്. അതൊരിക്കലും ദേശസ്നേഹമാകില്ല, അത് രാഷ്ട്രീയ സ്വാർത്ഥതയുടെ നഗ്നമായ രൂപമാണ്.